സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് എം ശനിയാഴ്ച കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുക. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതാക്കൾ രണ്ട് തട്ടിലായതിനിടയിലാണ് യോഗം ചേരുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ടോബി, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി LDF ഉണ്ടായെന്ന് പറയുമ്പോഴും പലപ്പോഴും കേരളത്തിലെ സർക്കാരുകളെ നിർണയിച്ചിരുന്ന ഏറ്റവും നിർണായക ശക്തിയായി വർത്തിച്ചിരുന്ന കേരള കോൺഗ്രസ് എമ്മിനുണ്ടായ അടിയാണ് അതിൽ ഏറ്റവും വലുതായി പരിഗണിക്കപ്പെടുന്നത്. മാത്രവുമല്ല, ജോസ് കെ മാണിക്കെതിരായിട്ടൊക്കെ പരസ്യമായ പരിഹാസം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു. നേതാക്കൾ രണ്ട് തട്ടിലാകുന്നു. നേരത്തെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് രൂക്ഷമായി വരുന്നു എന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു തോൽവി ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസിൽ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഒരു 4 സീറ്റെങ്കിലും നേടാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതിന് കാരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരത്തിലുള്ള വലിയ തിരിച്ചടി അവർക്കുണ്ടായില്ല. പാലായിലടക്കം അല്പം നില മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണി ചെറിയൊരു പോരാട്ടം നടത്തിയത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും, അതായത് 12 സീറ്റുകളിൽ മത്സരിച്ച 12 സീറ്റിലും അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുൻപാണ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായത്. വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അന്ന് LDFനൊപ്പം ഉറച്ചു നിൽക്കാമെന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു. ആ തീരുമാനം തെറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ പല നേതാക്കളും രഹസ്യമായും പരസ്യമായും ഒക്കെ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കുള്ളിൽ രണ്ട് തട്ടിലായി ആളുകൾ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അന്ന് ഈ മുന്നണി മാറ്റത്തിന് തടസ്സം നിന്നവരെ എതിർഭാഗത്തുള്ളവർ വിമർശിക്കുന്ന അവരാണ് ഈ തോൽവിക്ക് കാരണമെന്നുള്ള രീതിയിൽ രഹസ്യമായും പരസ്യമായും നിലപാടുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനിടയിലാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിരിക്കുന്നത്. ഇന്നലെ തോൽവിക്ക് ശേഷം ജോസ് കെ മാണി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. ഇത് തോൽവിക്ക് കാരണം എന്താണെന്ന് കൃത്യമായി പരിശോധിക്കും, ഇങ്ങനെ ഒരു തോൽവി ഉണ്ടായതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുമെന്ന് പറയുന്നിടത്ത് ഈ കാരണങ്ങളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നടക്കുന്ന ആ ചർച്ച കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു യോഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ നേതാക്കൾ തുറന്നു പറയുകയാണെങ്കിൽ അതൊരു വാക്കുതർക്കത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഒരു പിളർപ്പ് പോലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. വലിയ പ്രതിസന്ധിയിലേക്ക് കേരള കോൺഗ്രസ് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നത്. ക്രിസ്റ്റീന പ്രജിൻ. ഓക്കെ, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.